എൻ്റെ പേര് ലിബിൻ. ഞാൻ വരുന്ന എടപ്പള്ളിയിൽ നിന്നാണ്. ഞാനിവിടെ പറയാൻ പോകുന്ന സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ കൈവിട്ടു പോയി എന്നൊരവസ്ഥ വന്നപ്പോഴത്തേക്കും ഞാൻ ജൂണിൽ, അതായത് 2023 ജൂണിൽ എൻ്റെ ജോലിക്ക് വേണ്ടി ദുബായിൽ പോയി. അവിടെ ചെന്ന് 3 മാസം ഞാനവിടെ ഇരുന്നിട്ടും എൻ്റെ ജോലി ശരിയായില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. സങ്കടം കൊണ്ടാണ് കരയണത്. തിരിച്ച് നാട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് അവിടെ വെച്ച് തന്നെ ഒമാനിലേക്ക് ജോലി ശരിയായപ്പോഴത്തേക്കും ഞാൻ നാട്ടിൽ തിരിച്ചെത്തി. പക്ഷേ പിന്നെയും ഒരുപാട് തടസ്സങ്ങൾ. ഒമാനിൽ പോകാൻ പറ്റണില്ല എന്നെക്കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ആ തടസ്സം നിൽക്കുമ്പോൾ തന്നെ എനിക്ക് സൗദിയിൽ ജോലി ശരിയായി. പക്ഷേ സൗദിയിലെ ജോലി ഇങ്ങനെ ശരിയായിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എന്നെ ഒമാനിൽ നിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ വിസ ശരിയായിട്ടുണ്ട്, നീ വാ, മെഡിക്കൽ എടുത്തിട്ട് കേടി വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ എടുത്തപ്പോഴത്തേക്ക് ഞാൻ മെഡിക്കലിൽ അൺഫിറ്റായി. കാര്യം എനിക്ക് കുറേ നാളായിട്ട് ഷുഗറും അങ്ങനെ രോഗങ്ങളൊക്കെ, കുറച്ച് അസുഖങ്ങളൊക്കെ ഉള്ള കൂട്ടത്തില്ല. അപ്പോൾ എൻ്റെ ബ്ലഡ് മൊത്തം ഇൻഫെക്ഷൻ ആയിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇപ്പോഴും ഒന്നും നടക്കില്ല നിൻ്റെ പോക്ക്, നീ ഇനി പോകണമെങ്കിൽ കുറേ നാൾ മരുന്ന് കഴിക്കാണ്ട് നിനക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് വീട്ടിൽ പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞത് ശരിയാവും, പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു. പിറ്റേ ദിവസം, അതായത് ഞാൻ മെഡിക്കലിലാണ് ഫിറ്റായിട്ട് പിറ്റേ ദിവസം ഞാനിവിടെ വന്നു. അപ്പോൾ എനിക്ക് കൃപാസനത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല. കാര്യം എല്ലാവരും വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നുള്ളൊരിതല്ലാണ്ട് ഒരു വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ അതിനു മുമ്പ് എൻ്റെ അമ്മ വന്നിട്ട് എനിക്ക് വേണ്ടി ഇവിടെ ഉടമ്പടി എടുത്തു, എൻ്റെ സങ്കടം കണ്ടിട്ട്. കാര്യം ഞാൻ വീട്ടിലിരുന്ന ആകെ പ്രശ്നങ്ങൾ, മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഈ അവസ്ഥ കണ്ടിട്ട് എൻ്റെ അമ്മ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. അങ്ങനെ ആ ഉടമ്പടിയിൽ അമ്മ പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് എനിക്ക് ഈ ഒമാനിലേക്കുള്ളത് ശരിയായത്. അങ്ങനെ മെഡിക്കലിൽ അൺഫിറ്റായപ്പോൾ ഞാൻ ഇവിടെ വന്നു. പിറ്റേ ദിവസം ഞാനും എൻ്റെ ഭാര്യയും കൂടി വന്നു. എനിക്കൊരു ഭാര്യയും ഒരു മോളും കൂടി ഉണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇവിടെ വന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ആ ഉടമ്പടി പത്രിക തന്നപ്പോഴത്തേക്കും അതിനകത്ത് എല്ലാവരും എഴുതുന്ന പോലെ തന്നെ നമ്മുടെ ഈ ആവശ്യങ്ങൾ ഞാൻ വാരി വെതറി അങ്ങോട്ട് എഴുതി. 6 ആവശ്യങ്ങളും ഞാൻ അങ്ങോട്ട് നിർത്തിപ്പിടിച്ച് അങ്ങോട്ട് എഴുതി. അത് ആ സിസ്റ്റർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ എഴുതി കഴിഞ്ഞു. ഈ 6 ആവശ്യങ്ങൾ ഞാൻ എഴുതി കഴിഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾക്ക് ആ ലാസ്റ്റ് ആ ഒരു ഇത് ഒഴിച്ചിടണം, ആ 6ാമത്തെ ആവശ്യം നിങ്ങൾ യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു പറഞ്ഞു. പക്ഷേ അതിനു മുമ്പ് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ എഴുതി കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് എല്ലാവരെപ്പോലും തന്നെ പത്രം കൊടുക്കാനും കുറച്ച് മടിയൊക്കെ ആയിരുന്നു. എങ്ങനെയൊക്കെയോ കൊടുത്തു. കാര്യം ഭയങ്കര ചമ്മലായിരുന്നു. പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും.